കർത്താവ് താൻ ഗംഭീരനാദത്തോടും ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവിടുത്തെ എതിരേൽപ്പാൻ ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അപ്പം കർത്താവ് വരും. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനി യേശു രണ്ടാം മേഘപ്രത്യക്ഷതയിൽ സംഭവിക്കുന്നത് ഇവിടെ കയറി വരുവിൽ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. എന്നാൽ ആ പുനരുത്ഥാനത്തിൽ പങ്കുചേരണമെങ്കിൽ യേശുവിൻ്റെ മരണത്തിൽ പങ്കുചേരണം. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പറഞ്ഞേ, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. മരണത്തിൽ പങ്കുചേർന്നാലേ എന്തിൽ പങ്കുചേരാനൊക്കത്തുള്ളൂ? ഉയർപ്പി പങ്കുചേരാനൊക്കത്തുള്ളൂ. മക്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യേശു ഒന്നുകൂടെ പറഞ്ഞേ, യേശു മരിച്ചു, അടക്കപ്പെട്ടു, മരണത്തിൽ പങ്കുചേർന്നെങ്കിൽ എന്തിൽ പങ്കുചേരത്തുള്ളൂ? ഉയർപ്പി പങ്കുചേരാനൊക്കത്തുള്ളൂ അല്ലേ? മരണത്തിൽ പങ്കുചേരണം. മരണത്തിൽ എങ്ങനെ പങ്കുചേരാം? റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അങ്ങനെ സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നാനം എന്തിന്? നിങ്ങൾ സ്നാനപ്പെടണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. എന്തിന് സ്നാനം? യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുവാൻ. എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവിൻ്റെ മരണം എൻ്റെ മരണമാണെന്ന് ലോകത്തോട് വിളിച്ച് പറഞ്ഞ് ആ മരണത്തോട് ഐക്യമത്യപ്പെടാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സുവർണാവസരമാണ് സ്നാനമെന്ന് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കുചേരുക. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ 27-28 ക്രിസ്തുവിനോട് ചേരുവാൻ, ഹല്ലേലൂയ, ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുവാൻ, ക്രിസ്തുവിനോട് കൂടെ മരിക്കുവാൻ ദൈവം ഒരുക്കി വെച്ച വഴി സ്നാനം. ഹല്ലേലൂയ. പെന്തക്കോസ്ത് സമൂഹം ഏറെ ആക്ഷേപിക്കപ്പെട്ട പല കാര്യങ്ങളിലും ഒന്ന് സ്നാനമായിരുന്നു. കലക്കവെള്ളത്തിൽ അവർ മുങ്ങി. എന്നിട്ടും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു നൊസ്റ്റാൾജിക് മെമ്മറി ഉണ്ട്. ഇന്ന് എനിക്കിപ്പം പ്രായം 53 കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങളായി ഞങ്ങളുടെ ചർച്ചയിൽ മുറ്റത്ത് സ്നാനക്കുളമുണ്ട്. എത്രയോ പേര് അവിടെ സ്നാനപ്പെട്ടു. എന്നാലും ഒരു നൊസ്റ്റാൾജിക് മെമ്മറി മനസ്സിൽ കിടപ്പുണ്ട്. സ്നാനപ്പെടുന്ന ദിവസം എല്ലാവരും റോഡിലെ ഒരരികു ചേർന്ന് നടന്നു പോകും. വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിക്കും. റാന്നി വെല്ലുപള്ളി പ്രബലപ്പെട്ട പള്ളി. 10 മണിയാകുമ്പോഴത്തേന് പള്ളി പിരിഞ്ഞ് വീഴും. പള്ളി പിരിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ, പള്ളിക്ക് ഓപ്പോസിറ്റ് ആൾക്കാർ വരുമ്പോൾ ഒരു ലജ്ജയില്ലാതെ വെള്ള സാരിയും വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഒക്കെ എടുത്ത് ആ വേദപുസ്തകം നെഞ്ചോടിങ്ങനെ ചേർത്ത് പിടിച്ച് ഒറ്റ പോക. ലോകമേതും യോഗ്യം അല്ലെനിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ, നാഥനു മുൾമുടി നൽകിയ ലോകമേ നീതരും പേരനിക്കെന്തിനാ, നാഥനു മുൾമുടി നൽകിയ ലോകമേ നീതരും പേരനിക്കെന്തിനാ. സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലോ നിൽക്കുന്നായിരങ്ങൾ ആകയാൽ ഞാൻ, സാക്ഷികൾ സമൂഹം എൻ്റെ ചുറ്റിലോ നിൽക്കുന്നായിരങ്ങൾ ആകയാൽ ഞാൻ, പാപവും ശാരവും വിട്ടു ഞാൻ ഓടുവാൻ നേരവും യേശുവേ പാടിക്കൊണ്ട് പോകുക. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ, സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ. അങ്ങനെ റാന്നിയുടെ ആ കനാനായ സമുദായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യം സ്നാനമേറ്റത് എൻ്റെ വല്യപ്പൻ്റെ പെങ്ങളാണ്. ഏലമ്മ കൊച്ചമ്മ സാധുവായ സ്ത്രീ സ്നാനമേറ്റ് വന്നപ്പോൾ കാർന്നവന്മാരെ അടിക്കാൻ നിന്നപ്പോൾ സ്നാനപ്പെടുത്തിയ ആൾക്കാർ ആറ്റിക്കൂടെ തന്നെ നീന്തിപ്പോയി. അമ്മച്ചിയെ പൊക്കിക്കൊണ്ടുവന്ന് പള്ളിമേടയെ കൊണ്ടുവന്നു. 7 അച്ഛന്മാർ നിരന്നിരുന്ന് വിസ്തരിച്ചപ്പോൾ കൊച്ചു കൃഷകാത്രയായിരുന്ന ആ പാവ സ്ത്രീ ഓരോ
ചോദ്യത്തിനും വചനം കൊണ്ട് ഉത്തരം പറഞ്ഞപ്പോൾ അച്ഛന്മാർ കാരണവന്മാരെ വിളിച്ച് പറഞ്ഞു, പിടിവിട്ട കേസാ, പൊക്കോട്ട് തൊടാൻ പോണ്ടെന്ന് പറഞ്ഞു. അവൾ സംസാരിക്കുന്നത് മനുഷ്യാത്മാവിലല്ല, ദൈവാത്മാവിലാണെന്നൊരു കൊച്ചു കൃഷകാത്രി ആത്മാവിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ചരിത്രത്തിൻ്റെ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കൽപ്പന വായിച്ച് മുടക്കിയത് ഞങ്ങളുടെ കുടുംബത്തെയാണ്. കാരണം സ്നാനപ്പെടുത്താൻ വേണ്ടി CC മാത്യു സാർ എന്ന് പറയുന്ന ആ വലിയ ദൈവദാസൻ നിൽക്കുമ്പോൾ ആറ്റി എന്നുകൊണ്ട് വിളിച്ച് ചോദിച്ചു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് തടസ്സം? കല്യാണം കഴിഞ്ഞിട്ട് ആഴ്ചകളോ മാസങ്ങളോ മാത്രമായ എൻ്റെ അമ്മ തെക്കും ബുക്കും നോക്കി ആരോടും ചോദിക്കാതെ എടുത്തൊരൊറ്റ ചാട്ടം വെച്ച് കൊടുത്തു. അത് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഒരു കാര്യം എനിക്കറിയാം, അന്ന് മുടക്കിയത് നന്നായി, അന്ന് ഇറങ്ങിയത് നന്നായി. ഒരു പ്രിയമുള്ളവരെ, അതുകൊണ്ട് എത്രയോ ആയിരങ്ങൾ അതിൻ്റെ പിന്നാലെ ഇറങ്ങി. ഒരു കാര്യം ഞാൻ പറയട്ടെ, സ്നാനം യേശുവിനോട് ചേരുവാൻ. ഹല്ലേലൂയ. എന്തിനാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്നാനത്തോട് ഇത്ര പ്രശ്നം? എത്ര കേസുകൾ എന്തിനാ? ഇപ്പം നമുക്കറിയാം, മതപരിവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങൾ ഭാരതത്തിൽ നടക്കുന്നു. അതിൻ്റെ വിഷയങ്ങളല്ല എൻ്റെ ഈ എളിയവൻ്റെ വിഷയം. എങ്കിലും പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്ന സ്നാനപ്പെടുത്തുമ്പോഴാണ്, അല്ലേ? സ്നാനപ്പെടുത്തുമ്പോൾ എന്തിനാ ഇത്ര പ്രശ്നം? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക, എന്തിനാ ഈ സ്നാനം എല്ലായിടത്തും ഇല്ലേ? പുലർക്കാലത്ത് എഴുന്നേറ്റ് പമ്പ നദിയിൽ പോയി മുങ്ങി എഴുന്നേറ്റല്ലേ അവർ എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും അമ്പലങ്ങളിലേക്ക് പോകുക, കർമ്മങ്ങൾ ചെയ്യുക. സ്നാനം ഒരു പൊതു വിഷയമല്ലേ? എല്ലാ മതങ്ങളിലും ഇല്ലേ? പിന്നെ എന്തിനാ ഞങ്ങൾ സ്നാനപ്പെടുമ്പോൾ ഇത്ര പ്രശ്നം? ആ സ്നാനമല്ല ഈ സ്നാനം. ഈ സ്നാനം ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല. ഈ സ്നാനം എന്തിന്? തൻ്റെ മരിച്ചടക്കപ്പെട്ട യേശുവിനോട് ചേരുവാൻ. അങ്ങനെ ചേരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, നിൻ്റെ മേൽ പിടിച്ചിരുന്ന ആദാമ്യ മരണത്തിൻ്റെ ചങ്ങല എന്നേക്കുമായിട്ട് പൊട്ടിപ്പോരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്നാനപ്പെട്ട് അങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ പാടും, പറവോനു ഞാനിനി അടിമയല്ല, പറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാനല്ല, പരമസിയോനിൽ ഞാനല്ല, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതനെ കടന്നുപോയി, സംഹാരദൂതനെ കടന്നുപോയി. അപ്പോൾ സ്നാനം യേശുവിനോട് ചേരുവാൻ മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. മത്തായി സുവിശേഷത്തിലെ ഗ്രേറ്റ് കമ്മീഷൻ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ എന്താക്കണം? ശിഷ്യരാക്കണം. ഞാൻ ഓരോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കുക. അപ്പോൾ സ്നാനം യേശുവിനോട് ചേരുവാൻ, സ്നാനം യേശുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുവാൻ, സ്നാനത്തിൽ ക്രിസ്തുവിനെ ധരിക്കുവാൻ. വചനം പറയുന്നു, യേശു സ്നാനപ്പെടാൻ വന്നപ്പോൾ യോഹന്നാൻ വിലക്കുമ്പോൾ യേശു കർത്താവ് പറയുന്നു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. സ്നാനം ദൈവത്തിൻ്റെ നീതി. സ്നാനപ്പെടാനുള്ള പ്രായം, പ്രിയമുള്ളവരെ, ചൈൽഡ് ബാപ്റ്റിസം ശരിയല്ല, അഡൽട്ട് ബാപ്റ്റിസവും ശരിയല്ല. വേദപുസ്തക വീക്ഷണത്തിൽ ശിശുസ്നാനവും ഇല്ല, മുതിർന്ന സ്നാനവും ഇല്ല. സ്നാനപ്പെടാനുള്ള പ്രായം വിശ്വസിക്കാനുള്ള പ്രായം. എന്ത് വിശ്വസിക്കാൻ? എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന്, അവിടുന്ന് എനിക്ക് വേണ്ടി ശിക്ഷയേറ്റെന്ന്, അവിടുന്ന് എനിക്ക് വേണ്ടി ശാപമൃത്യു മരിച്ചുവെന്ന്, അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന്, എന്നെ ചേർക്കാൻ വീണ്ടും വരുമെന്ന് വിശ്വസിക്കാനുള്ള പ്രായം. വിശ്വസിക്കുന്നവരെ വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? അങ്ങനെയെങ്കിൽ ഇന്ന് ഈ എളിയവൻ ചോദിച്ചോട്ടെ, ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് തടസ്സം? ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. വിശ്വസിച്ചിട്ട് ഇതുവരെയും സ്നാനം ഏറ്റിട്ടില്ല, എന്നാൽ ഈ സെക്ഷൻ കൺവെൻഷൻ്റെ എളിയദാസൻ ചോദിക്കട്ടെ, എനിക്കൊരവസരം ലഭിച്ചാൽ സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്, ഞാൻ ഇതുവരെയും വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ടില്ല, എനിക്ക് സ്നാനപ്പെടാൻ ഒന്നുകൂടെ പറയട്ടെ, സ്നാനപ്പെടാനുള്ള പ്രായം വിശ്വസിക്കാനുള്ള പ്രായം. ഒന്നുകൂടെ പറയട്ടെ, സ്നാനപ്പെടാനുള്ള പ്രായം എന്ത് വിശ്വസിക്കാൻ? യേശു മരിച്ചു എന്ന് വിശ്വസിക്കാൻ. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. അങ്ങനെ യേശുവിനെ എനിക്ക് വേണ്ടി യേശു മരിച്ച് എൻ്റെ രക്ഷകനാണ് കർത്താവ് എന്ന് സ്വീകരിച്ചവർ അവർ സ്നാനപ്പെടണം. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ വചനം. ഒന്നുകൂടെ പറയും, വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ഞാൻ ഇതുവരെയും സ്നാനപ്പെട്ടിട്ടില്ല, എന്നാൽ എനിക്ക് സ്നാനപ്പെടാനൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, മക്കളാകട്ടെ വലിയവരാകട്ടെ,
ഇന്ന് സ്നാനപ്പെടണമെന്നല്ല, എനിക്ക് സ്നാനപ്പെടാൻ എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുള്ളവരൊന്ന് കരമുയർത്താമോ? ഞാനിതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷേ എനിക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന്, അവരുടെ മക്കളാകട്ടെ വലിയവരാകട്ടെ, സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി ഓൺലൈനിലൂടെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും തീരുമാനങ്ങളിൽ ഭാഗമാകാം. ഞാൻ ഇതുവരെയും സ്നാനപ്പെട്ടിട്ടില്ല, എന്നാൽ എനിക്ക് സ്നാനപ്പെടണം. ഇപ്പോളാകുന്ന രക്ഷാദിവസം, ഇപ്പോളാകുന്നു സുപ്രസാദ കാലം. ഹല്ലേലൂയ. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി വീണ്ടും വെളിവൻ ചോദിക്കുന്നു, നിർബന്ധം സുവിശേഷകൻ എന്ന നിലയിൽ ഞങ്ങളുടെ മേൽ കിടക്കുന്നു. ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, എന്നാൽ എൻ്റെ സ്നാനം എനിക്ക് ബോധ്യമായി. സ്നാനം യേശുവിനോട് ചേരുവാൻ, യേശുവിൻ്റെ മരണത്തോട് ചേരുവാൻ, അതിനെ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ അങ്ങനെ ആഗ്രഹമുണ്ടെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് ഒരു ദൈവദാസൻ എന്ന നിലയിൽ. ഹല്ലേലൂയ. ഭൂമിയുടെ ഉദയം മുതൽ അസ്തമയം വരെ യേശു കർത്താവ് മനുഷ്യനെ വിളിക്കുകയാണ്. എന്താണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുക? പിന്നോട്ട് വലിക്കുന്ന എല്ലാത്തിനോടും ഒന്ന് സടകുടഞ്ഞെഴുന്നേറ്റാൽ, ഒരു സ്റ്റെപ്പ് വെച്ചാൽ നമുക്ക് വേണ്ടി സ്വർഗം ചായ്ച്ചിറങ്ങി വരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മറന്നു പോകരുത്. സ്നാനം യേശുവിൻ്റെ മരണത്തോട് ചേരുവാൻ